ഒരു സന്യാസി പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ യൂട്യൂബിനകത്ത് ഇങ്ങനെ കേട്ടതാണ്. ഇപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പം ഞാനതൊന്ന് ഷെയർ ചെയ്യാം. അപ്പം അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, നീ അതിനകത്ത് ഒരുപാട് പേരിരിക്കുക, സദസ്സിൽ ഒരുപാട് പേരിരിക്കുക. അപ്പം അതിനകത്ത് ആൾക്കാർ എല്ലാവരും കുറേ പേര് ഇരിപ്പുണ്ട്, കുറേ യൂത്തായിട്ടുള്ള ആൾക്കാർ ഇരിപ്പുണ്ട്, കുറേ വയസ്സായ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പം പ്രണയിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഡിപ്രഷനിലേക്കും പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രണയ നൈരാശ്യം ഉണ്ടാകുന്ന സമയത്ത് ഡിപ്രഷനിലോട്ടും കള്ളുകുടിയിലേക്കും ഒരുപാട് ഡ്രഗ്സിലോട്ടും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ആ സന്യാസി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഒരു നാളിൽ നീ നിന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചോണ്ട് തന്നെ നീ ചാവുമോ എന്ന് ചോദിച്ചു. നീ ചാവുമ്പോൾ നിന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചോണ്ടാണോ ചാവുന്നതെന്ന് ചോദിച്ചു. കറക്റ്റായിട്ടുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ്സ് ആണ്. അപ്പോൾ എന്നായാലും ഒരാൾ പിരിഞ്ഞു പോയാലേ പറ്റത്തുള്ളൂ. അതിപ്പം ചിലപ്പോൾ ഭാര്യയാവാം, ചിലപ്പം ഭർത്താവായിരിക്കാം. അപ്പോൾ രണ്ടുപേരിൽ ഒരാളായിരിക്കും ആദ്യം മരിക്കുന്നത്. അപ്പം എന്തായാലും ഒരു വിരഹം ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇത്രയും കൂടുതൽ, നിങ്ങൾ ഇപ്പോഴും യൂത്ത് അല്ലേ, എന്തുകൊണ്ടാണ് ഈ ഡിപ്രഷനിലേക്ക് പോകുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലഹരിക്കൊക്കെ അടിമയാവുന്നതെന്ന് വെച്ചു. അപ്പം അതിനകത്ത് അത് ചിന്തിച്ചെടുക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. കാരണം എന്തൊരു കാര്യം പറയാനല്ലേ എല്ലാവർക്കും പറ്റത്തുള്ളൂ. അത് പ്രവൃത്തിയിലോട്ടാക്കുന്ന വളരെ 10% ജീനിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറയുന്നതെല്ലാം പ്രവൃത്തിയിലോട്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഒരു നല്ല യുണീക്കായിട്ടുള്ളൊരു ചിന്തയാണ്. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ചിന്തിക്കാൻ പറ്റുന്ന